ഇനി ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മെട്രിക്സ് അത് പറഞ്ഞിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും? ഇതിന്റെ ട്രാൻസ്പോസ് ഞാൻ താഴെ വരയ്ക്കാൻ പോവാണ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോയും കോളം നമ്മൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് ട്രാൻസ്പോസ് കിട്ടും. 1 2 3. അപ്പോൾ ഇത് നമുക്ക് കോളമായിട്ട് എഴുതണം. 1 2 3. ഓക്കെ, അടുത്ത റോയെ കോളമാക്കുമ്പോൾ 4 5 6. അടുത്ത റോ കോളമാക്കുമ്പോൾ 7 8 9. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ ഇതാണ് ഒറിജിനൽ മെട്രിക്സ്, ഇത് അതിന്റെ ട്രാൻസ്പോസ് ആണ്. എന്തോട്ട് ഒന്നുമില്ല, ഇത് നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ്, ഇത് നമ്മുടെ ട്രാൻസ്പോസ് മെട്രിക്സ്. അപ്പൊ ഇനി മെയിൻ ചേഞ്ച് ഇതാണ്. എയുടെ ഓർഡർ m/n ആണെങ്കിൽ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? n/m ആയിരിക്കും. ഓക്കെ ആണോ? എയുടെ ഓർഡർ m/n ആണെങ്കിൽ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? n/m ആയിരിക്കും. ഇത് 3/3 ആയതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാത്തതാണ്. സപ്പോസ് ഇത് 2/3 ആയിരുന്നെങ്കിൽ ഇതെന്തായിരിക്കും? 3/2 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, 6ന്റെ ലൊക്കേഷൻ ഇവിടെ 1 2 ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, അത് 2 1 ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ലൊക്കേഷൻസ് കൂടെ വേണമെങ്കിൽ എഴുതാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ലൊക്കേഷൻ 0 0, ഇത് 0 1, ഇത് 0 2, ഇത് 1 0 1 1 1 2, ഇത് 2 0 2 1 2 2. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, 6 എന്ന് പറഞ്ഞ എലമെന്റ് 1 2 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും 2 1 ആയിരിക്കും. സിമിലർലി 7 2 0 ആണ്, അപ്പൊ ഇവിടെ ആയിരിക്കും 0 2 ഓക്കെ, അപ്പൊ ഇവിടുത്തെ IJ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് കിട്ടും. വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. മെട്രിക്സിന്റെ ബേസിക് ഓർഡർ മെട്രിക്സ് റീഡ് ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാം എടുത്തു. ഓക്കെ, എന്നിട്ട് എനിക്ക് അതിനകത്തൊരു പുതിയ മെട്രിക്സ് വേണം. എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ കൂടെ നമുക്ക് എന്തും കൂടെ വേണം? ട്രാൻസ്പോസ് ചെയ്യാൻ വേണ്ടി ടി എന്നൊരു മെട്രിക്സ് വേണം. ബാക്കി വേരിയബിൾസിന്റെ ഒന്നും ആവശ്യമില്ല, ബാക്കി വേരിയബിൾസ് എല്ലാം പഴയത് തന്നെ മതി. ഇവിടെ mn നമ്മൾ തിരിച്ച് ഉപയോഗിക്കുന്നത് മാത്രം, nm എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ മെട്രിക്സിന്റെ പ്രോഗ്രാം ട്രാൻസ്പോസ്. നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് റീഡ് ചെയ്തു. ഇനി അതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ട്രാൻസ്പോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മെട്രിക്സിന്റെ അതേ ലൂപ്പ് യൂസ് ചെയ്യാം. For i equals 0 less than m a plus plus, j equals 0 j less than j plus plus. Okay, then transpose matrix എന്ന് പറയുന്നത് T of ij എന്ന് പറഞ്ഞാൽ T of ij equal to a of ji ആയിരിക്കും. നമ്മളിവിടെ കണ്ടതാണ്. 2 0 ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് 0 2 ഇരിക്കുന്നത്. അത് ടിയുടെ ijth എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയുടെ jth എലമെന്റ് ആയിരിക്കും. ഇത്ര മാത്രം എഴുതി കൊടുത്താൽ മതി. നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ കംപ്ലീറ്റ് എലമെന്റ്സ് ട്രാൻസ്പോസ് ചെയ്ത് അവിടെ സേവ് ചെയ്തോളൂ, അത് ടിയിൽ സേവ് ചെയ്തോളൂ. ഓക്കെ, ഇനി ടി എന്ന് പറഞ്ഞ മെട്രിക്സ് ഡിസ്പ്ലേ ആണ്. അപ്പം ട്രാൻസ്പോസ്ഡ് മെട്രിക്സ് ഈസ്, ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. mn ആയിരുന്നെങ്കിൽ നമുക്ക് ട്രാൻസ്പോസിന്റെ വാല്യൂ എന്തായിരിക്കും? ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? nm ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ എ അല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ടി ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചേഞ്ച്? മെട്രിക്സ് റീഡ് ചെയ്യാം. ടി ഓഫ് ഐ ജെ എ ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനും ട്രാൻസ്പോസ് ചെയ്ത് അവിടെ സേവ് ചെയ്തോളും, ടിയിൽ സേവ് ചെയ്തോളും. ടി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, mn അല്ല ഓർഡർ, nm ആയിരിക്കും ഓർഡർ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കുക.